27 നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും സവിശേഷമായ സ്വഭാവവിശേഷങ്ങളുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് മാസം എങ്ങനെയുള്ള അനുഭവങ്ങളാണ് കാത്തുവച്ചിരിക്കുന്നത്? കണ്ണുനീരിന്റെയും ശുദ്ധീകരണത്തിന്റെയും പ്രതീകമായ ഈ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധികളിൽ നിന്ന് ഒരു മോചനം ഈ മാസം സാധ്യമാകുമോ? നമുക്ക് വിശദമായി പരിശോധിക്കാം. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധിശക്തിയുള്ളവരും സംസാരശേഷിയിൽ മുന്നിട്ട് നിൽക്കുന്നവരുമാണ്. എന്നാൽ 2026 മാർച്ച് മാസം നിങ്ങളുടെ ജീവിതത്തിൽ വികാരങ്ങളും വിവേകവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം തന്നെ നടന്നേക്കാം. ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് നിങ്ങൾ ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ലക്ഷ്യത്തിനടുത്തെത്തും എന്നതാണ്. പക്ഷേ അതത്ര എളുപ്പത്തിൽ കൈപ്പിടിയിൽ ഒതുങ്ങില്ല. കഠിനാധ്വാനവും ക്ഷമയും പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചു തുടങ്ങും. തൊഴിൽ മേഖലയിലായാലും വ്യക്തിജീവിതത്തിലായാലും ഒരു ക്ലീനിങ് പ്രോസസ്സ് അഥവാ അനാവശ്യമായവയെ ഒഴിവാക്കി പുതിയവയെ സ്വീകരിക്കാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ പ്രകടമാകും. പഴയ സുഹൃത്തുക്കളോ ബന്ധുക്കളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് വലിയ മാറ്റങ്ങൾക്ക് വഴി തെളിയിക്കുകയും ചെയ്യാം. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വലിയൊരു ഉത്തരവാദിത്തം നിങ്ങളെ തേടിവരാൻ സാധ്യതയുള്ള മാസമാണിത്. ഈ ജോലി എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്ന ആശങ്ക നിങ്ങളെ പിടികൂടിയേക്കാം. എന്നാൽ തിരുവാതിരക്കാരുടെ ഉള്ളിലെ ഉറച്ച മനസ്സ് ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ നിങ്ങളെ സഹായിക്കും. മേലധികാരികളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായേക്കാമെങ്കിലും മാസാവസാനത്തോടെ നിങ്ങളുടെ കഴിവിനുള്ള അംഗീകാരം തേടിവരും. ഒരുപക്ഷെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ഈ മാസത്തിന്റെ സമ്മാനമായി ലഭിച്ചേക്കാം. സാമ്പത്തികമായി നോക്കിയാൽ നിങ്ങൾക്കൊരു മിക്സഡ് ബാഗ് ആണ്. വരുമാന മാർഗങ്ങൾ വർദ്ധിക്കുമെങ്കിലും അപ്രതീക്ഷിതമായി വരുന്ന ചില വലിയ ചെലവുകൾ നിങ്ങളെ അല്പം ബുദ്ധിമുട്ടിച്ചേക്കാം. വീട് പണി, വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി അല്ലെങ്കിൽ കുടുംബത്തിലെ ശുഭകാര്യങ്ങൾ എന്നിവയ്ക്കായി പണം ചെലവാക്കേണ്ടി വരും. എങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയിൽ തളർന്നു പോകുന്ന ഒരവസ്ഥ തിരുവാതിരക്കാർക്ക് ഈ മാസം ഉണ്ടാവില്ല എന്നത് ആശ്വാസകരമാണ്. നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ തിടുക്കം കാണിക്കാതെ പരിചയസമ്പന്നരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ട ഒരു സമയമാണിത്. ചെറിയ വാക്കേറ്റങ്ങൾ വലിയ പിണക്കങ്ങളിലേക്ക് മാറാൻ സാധ്യതയുള്ളതിനാൽ സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കുക. പങ്കാളിയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ നിങ്ങൾക്ക് വലിയ ആശ്വാസമാകും. പ്രണയിക്കുന്നവർക്കും വിവാഹം ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം ചില നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. എങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് നിങ്ങളുടെ സമാധാനം നശിപ്പിച്ചേക്കാമെന്ന കാര്യം മറക്കരുത്. നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തെക്കാൾ ഉപരി മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകണം. ജോലി തിരക്കും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളും നിങ്ങളെ മാനസികമായി തളർത്താൻ അനുവദിക്കരുത്. കൃത്യമായ ഉറക്കവും ഭക്ഷണവും ഉറപ്പുവരുത്തുക. ആത്മീയ കാര്യങ്ങളിലുള്ള താല്പര്യം വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു ആന്തരിക കരുത്ത് നൽകും. നമുക്ക് സാമ്പത്തികം, തൊഴിൽ, കുടുംബം എന്നിങ്ങനെ ഓരോ മേഖലകളെയും കുറിച്ച് കൂടുതൽ വിശദമായി പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് 2026 തുടക്കം വലിയ ചിന്തകൾക്കും ആസൂത്രണങ്ങൾക്കും വഴിയൊരുക്കും. തൊഴിലിടങ്ങളിൽ നിന്ന് ദീർഘകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കും. മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. കഴിഞ്ഞ കുറേ മാസങ്ങളായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ രേഖകൾ, വീട് നിർമ്മാണം എന്നിവ പുനരാരംഭിക്കാൻ സാധിക്കും. നിങ്ങളുടെ സംസാര ശൈലിയും പെരുമാറ്റത്തിലും വലിയ മാറ്റങ്ങൾ വരും. മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കോ അനുകൂലമായ അറിയിപ്പുകൾ ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. ശനി 10ാം ഭാവത്തിൽ നിൽക്കുന്നത് കർമ്മരംഗത്ത് ഗുണകരമാണ്. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധിശക്തിയുള്ളവരും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരുമാണ്. ഓഫീസിൽ അധിക ചുമതലകൾ വന്നുചേരും. ഇത് തുടക്കത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കിയേക്കാമെങ്കിലും ഭാവിയിലെ പ്രൊമോഷന് ഇത് വഴിയൊരുക്കും. സഹപ്രവർത്തകരിൽ നിന്ന് അസൂയ കലർന്ന പെരുമാറ്റം ഉണ്ടായേക്കാം. അതിനാൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം വർദ്ധിക്കും. എങ്കിലും സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തമായ കരാറുകൾ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. കലാകാരന്മാർക്കും എഴുത്തുകാർക്കും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്യും. ധനകാര്യ കാര്യങ്ങളിൽ മിതത്വം പാലിക്കേണ്ട മാസമാണിത്. വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യമായ ചെലവുകളും വന്നു ചേരും. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കും. എങ്കിലും ഈ മാസം ആർക്കും വലിയ തുക കടം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം നിക്ഷേപിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഭാഗ്യത്തെക്കാൾ കൂടുതൽ ബുദ്ധിപരമായ നീക്കങ്ങളാണ് ഗുണം ചെയ്യുക. ഭൂമി വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ സമയമാണ്. പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. മാസാവസാനത്തോടെ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ആത്മബന്ധം അനുഭവപ്പെടും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും. വീട്ടുകാരുടെ സമ്മതം ലഭിക്കാനും സാധ്യതയുണ്ട്. മാതാപിതാക്കളുമായുള്ള ബന്ധം ദൃഢമാകും.
മക്കളുടെ പഠനകാര്യത്തിലോ തൊഴിൽ കാര്യത്തിലോ ഉണ്ടായിരുന്ന ആശങ്കകൾ മാറും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾ മാറി ഐക്യം പുനഃസ്ഥാപിക്കപ്പെടും. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസം ആത്മീയമായ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. മനസ്സമാധാനത്തിനായി ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് ഗുണം ചെയ്യും. തീർത്ഥാടന യാത്രകൾക്ക് സാധ്യതയുണ്ട്. ജന്മനക്ഷത്ര ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. പുണ്യഗ്രന്ഥങ്ങൾ വായിക്കാനും ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാനും താല്പര്യമുണ്ടാകും. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ആരോഗ്യകാര്യത്തിൽ ഈ മാസം അല്പം ശ്രദ്ധ ആവശ്യമാണ്. മിഥുനക്കൂറ് ആയതിനാൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, അലർജി എന്നിവയുള്ളവർ കരുതിയിരിക്കണം. ജോലിഭാരം കാരണം കഠിനമായ തലവേദനയോ ഉറക്കമില്ലായ്മയോ അനുഭവപ്പെടാം. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. കൃത്യമായ വ്യായാമം ശീലമാക്കുന്നത് ഉന്മേഷം നിലനിർത്താൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ മാസം മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഏകാഗ്രത വർദ്ധിക്കുകയും കഠിനമായ വിഷയങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുകയും ചെയ്യും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. വിദേശ പഠനത്തിന് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കും. എന്നിരുന്നാലും അലസത ഒഴിവാക്കി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. യാത്രകൾക്ക് ഈ മാസം പൊതുവെ അനുകൂലമല്ല. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. യാത്രകളിൽ ചെറിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ അത്യാവശ്യമായ യാത്രകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ദൂരയാത്രകൾ ചെയ്യുമ്പോൾ വിലപ്പെട്ട രേഖകളും പണവും സൂക്ഷിക്കണം. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാണ്. വാഹന ഉപയോഗത്തിൽ ശ്രദ്ധ വേണം. ചെറിയ അറ്റകുറ്റപ്പണികൾക്ക് സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവാണ്. ദേവത പരമശിവൻ. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ബുദ്ധിശക്തി, ആശയവിനിമയ ശേഷി, അന്വേഷണാത്മക സ്വഭാവം, പെട്ടെന്നുള്ള തീരുമാനമെടുക്കാനുള്ള കഴിവെന്നിവ ഉണ്ടാകും. തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപൻ പരമശിവനായതിനാൽ ദിവസവും ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുക. തിങ്കളാഴ്ചകളിലോ തിരുവാതിര നക്ഷത്രത്തിലോ ശിവക്ഷേത്രത്തിൽ ധാര, കൂവളമാല സമർപ്പണം എന്നിവ നടത്തുക. നക്ഷത്രനാഥൻ രാഹു ആയതിനാൽ സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും നൂറുംപാലും വഴിപാട് നടത്തുന്നതും തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ നീരാജനം തെളിയിക്കുന്നത് തൊഴിൽപരമായ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. പാവപ്പെട്ടവർക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നത് പുണ്യം നൽകും. ദുർഗാദേവിയെ ആരാധിക്കുന്നത് രാഹുവിന്റെ പ്രതികൂല ഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ദുർഗാ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമം. എല്ലാ കാര്യങ്ങൾക്കും വിഘ്നങ്ങൾ ഇല്ലാതാക്കാൻ ഗണപതിയെ ആരാധിക്കുന്നത് നല്ലതാണ്. കറുത്ത നിറത്തിലുള്ള വസ്തുക്കൾ, എള്ള്, ഉഴുന്ന്, കമ്പിളി വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് രാഹുവിന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ അരയാൽ മരത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത് രാഹുവിന്റെ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. 5 മുഖ രുദ്രാക്ഷം ധരിക്കുന്നത് മാനസിക സമാധാനവും സംരക്ഷണവും നൽകും. 2026 മാർച്ച് മാസം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെ മാസമാണ്. ജന്മഗുരുവിന്റെ സ്വാധീനം നിങ്ങളെ കൂടുതൽ പക്വതയുള്ളവരാക്കി മാറ്റും. കർമ്മരംഗത്തെ ശനിയുടെ സ്വാധീനം നിങ്ങളെ കഠിനാധ്വാനികളാക്കി മാറ്റും. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം അച്ചടക്കം പാലിക്കുകയും കുടുംബാംഗങ്ങളുമായി സമാധാനപരമായി പെരുമാറുകയും ചെയ്താൽ ഈ മാസം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോവുക. ഗ്രഹനില അനുകൂലമാക്കാൻ പ്രാർത്ഥനകളും സൽപ്രവർത്തികളും ശീലമാക്കുക. ജീവിതത്തിലെ പുതിയ വെല്ലുവിളികളെ ധീരമായി നേരിടാനുള്ള കരുത്ത് ഈ മാസം നിങ്ങൾക്ക് ലഭിക്കും.